ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന 3 മലയാളം സിനിമകളുടെ കേരള ട്രാക്കിംഗും എസ്റ്റിമേറ്റ് റിപ്പോർട്ടെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഷറഫുദ്ദീൻ സുരാജ് കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പടക്കളം കളക്ഷനാണ്. ആദ്യ ദിവസം മുതൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് ഇപ്പോഴത്തെ പ്രതിദിന മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇന്നലെ വരെ വെള്ളിയാഴ്ച വരെ 4,71,00,000 പരം കേരള ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 34 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് സിനിമയ്ക്ക് 70 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 5 കോടിയും കടന്ന് 5,40,00,000 5,50,00,000 റേഞ്ചിലെ കേരള ഗ്രോസിലേക്ക് എത്തപ്പെടുന്നതാണ്. വേൾഡ് വൈഡ് കണക്കുകൾ ഇനിയും പുറത്തുവരാത്ത സിനിമ മികച്ച ഹോൾഡോട് ഇപ്പോഴും മുന്നേറുന്നു. സർക്കിട്ട് എന്ന സിനിമ ആസിഫിന്റെ ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. തിയേറ്ററുകളിൽ ആദ്യ കുറച്ച് ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞ ഏറ്റവും പുതിയ ആസിഫ് അലി സിനിമയാണ് സർക്കിട്ട്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 5 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നലെ വെള്ളിയാഴ്ച വരെ 1,91,00,000 കേരള ഗ്രോസ് എങ്കിൽ ഇന്നത്തോടെ 1,95,00,000 മുകളിൽ കേരള ഗ്രോസ് എത്തും. നാളെ ഞായറാഴ്ചയോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് അങ്ങനെ 2 കോടി പിന്നിടുമെന്ന് ഉറപ്പിക്കാം. ഇനി അവസാനമായിട്ട് 3D സിനിമയെ ലവ്ലി കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 16 ലക്ഷമാണ് കേരള ഗ്രോസ് കളക്ഷൻ. അഭിപ്രായങ്ങൾ കൊണ്ട് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനാവാതെ പോയ സിനിമയ്ക്ക് ഇന്ന് 2ാം ദിവസം ശനിയാഴ്ച 5 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 10 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെ കേരളത്തിൽ 2 ദിവസങ്ങൾ കൊണ്ട് 25 ലക്ഷം കേരള ഗ്രോസ് പിന്നിടുന്നതാണ്. എന്തായാലും ലവ്ലിയുടെ നാളത്തെ ഉൾപ്പെടെയുള്ള അടുത്ത കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.